ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇന്നലെയും വിഴിഞ്ഞാന്ന് നടന്ന വിഴിഞ്ഞം സംബന്ധിച്ചുള്ള കോൺക്ലേവ്, ഇൻഡസ്ട്രീസിൻ്റെ കോൺക്ലേവ്, ഷിപ്പിങ്ങിൻ്റെ കോൺക്ലേവ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം. വളരെ പെട്ടെന്ന് അതിൻ്റെ ലെവലിലേക്ക് എത്തുകയാണ്. അതിനകത്ത് 8500 കോടിയിലധികം രൂപയാണ് ആദ്യഘട്ടത്തിന് ആകെ ചിലവാക്കേണ്ടി വന്നത്. അതിൽ 5500 കോടിയും ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തനത് വിഹിതം കണ്ടെത്തി ചിലവാക്കേണ്ടി വന്നതാണ്. രാജ്യത്തിനാകെയുള്ള ഒരു തുറമുഖമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ ടെർമിനലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു 5000 കോടി, ഇത് ഇന്ത്യയുടെ പ്രൊജക്റ്റാണ്. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലാണല്ലോ ഓരോ പ്രൊജക്റ്റുകൾ ഇരിക്കുക. പക്ഷേ അത് ആ രാജ്യത്തിൻ്റെ ആകെയാണ്. അതിന് 5000 കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്രാവശ്യം അനുഭാവപൂർണ്ണമായ തീരുമാനം വരണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VGF-ന്റെ കാര്യത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന് തരുന്ന 800 ചില്ലാനം കോടി രൂപയുണ്ട്. അവർ അതുപോലും കടമായിട്ടാണ് തരുന്നതെന്നുള്ള പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പം നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂലധന നിക്ഷേപം എന്ന നിലയിൽ കാപ്പെക്സിൻ്റെ കാര്യത്തിൽ ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വേറൊരു പ്രധാനപ്പെട്ട വെട്ടിക്കുറവ് നമുക്ക് വരുന്നത് ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ ഒന്നും കാലത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതാണ് പ്രധാനം. പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞ വേറൊരു സംവിധാനമുണ്ട്. നമ്മുടെ ട്രഷറി കിടക്കുന്ന പണം, അത് 2017 മുതൽ അതിൻ്റെ കണക്ക് നമ്മുടെ ബോറോയിങ് എന്ന് കുറച്ചു. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 3 വർഷത്തിനകത്താണ് അത് വെട്ടിക്കുറച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വർഷത്തെ ആകെ നമുക്ക് എടുക്കാവുന്ന ചിലവാക്കാവുന്ന പരിധിയിൽ നിന്ന് 4170 കോടി രൂപ വെട്ടിക്കുറച്ചു. അടുത്ത വർഷം വെട്ടിക്കുറയ്ക്കും. 4100 എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് നമ്മളെ സംബന്ധിച്ച്.